ഹായ്, ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. കുട്ടികളാണ്. ഇനി ഒരു മാസമൊക്കെ കഴിയുമ്പോൾ വലുതാവും. വീടിൻ്റെ അടുത്തുള്ള കനാലിൽ മഴ പെയ്തിട്ട് ഇങ്ങനെ വെള്ളം നിറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പം അതിൽ ഒരിളക്കം കണ്ടിട്ട് നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു മീനുകളാണ്. അങ്ങനെ വെള്ളം പാടത്തു നിന്നൊക്കെ കയറി വരുന്ന വെള്ളമാണ്. അപ്പോൾ ആ വെള്ളത്തിൽ കൂടെ കയറി വന്നതാണെന്ന് തോന്നുന്നു. കുറേ മീനുകളുണ്ട്. അപ്പം അതിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീറ്റ ഇട്ട് കൊടുക്കും. അരിയും ചോറും ഒക്കെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കും. അപ്പോൾ ആ തീറ്റ കാണുമ്പോൾ അവർ ഓടി ഇങ്ങനെ വരും. അപ്പം ഇങ്ങനെ തീറ്റ കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പം ഇന്നത്തെ കറിയുടെ ഒരു പരിപാടിയാണ് കേട്ടോ. മുരിങ്ങയും പരിപ്പും കൂടിയാണെന്ന് കറി വെക്കണത്. അപ്പം മുരിങ്ങയിലേക്ക് റെഡിയാക്കി. ഇനി കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പം മഴക്കാലത്തും ഇലക്കറികൾ കഴിക്കണം നല്ലതല്ലേ. അപ്പം മുരിങ്ങയിലയും പരിപ്പും കൂടെ, പരിപ്പ് ആദ്യം കുക്കറിൽ വേവിച്ചെടുത്തു. പിന്നെ മുരിങ്ങയിലയും കൂടെ റെഡിയാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തു. തേങ്ങയും ജീരകവും അരച്ചൊഴിച്ചു. പച്ചമുളകല്ല കേട്ടോ, കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. മോള് വന്നിട്ടുണ്ട്. അവളെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ പോവുകയാണ്. അവൾ ഒരുങ്ങണ സമയത്ത് ഞാൻ വെറുതെ നോക്കിയതാണ്. അപ്പോൾ അടുത്തൊരു കുട്ടി എഴുതി വെച്ചതാണ് ഹിന്ദി അക്ഷരങ്ങൾ. അപ്പോൾ ഹിന്ദി അക്ഷരങ്ങളൊക്കെ പണ്ട് പഠിച്ചതല്ലേ സ്കൂളിലൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു നൊസ്റ്റാൾജി വന്നു. ഞാനതൊന്ന് വായിച്ച് നോക്കിയതാണ്. അ ആ ഇ ഈ ഓ ഇറ് എ ഐ ഓ ഔ അം ആ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പണ്ട് നമ്മൾ ഹിന്ദി പഠിച്ചതൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. അപ്പോഴേക്കും അവൾ ഭക്ഷണം കഴിക്കായിരുന്നു. ഞാൻ റെഡി ആയിട്ടുണ്ട്. അവൾ ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാൻ. ഉച്ചയ്ക്ക് 2 മണിയുടെ ബസ്സിന് പോവാൻ വേണ്ടിയിട്ടാണ്. പോവാ. ഇനി എന്നാ കാണുക? അതിന്റെ മുന്നേ വരുമോ? നിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. നീ ഇടയ്ക്ക് പാഞ്ഞു വരും. ഇനി അടുത്ത മാസം, അടുത്ത സെക്കൻഡ് സാറ്റർഡേ വന്നാൽ മതി കേട്ടോ. അതിന്റെ മുന്നേ അങ്ങോട്ട് വന്നു പോകരുത്. ടൗണിലെത്തിയപ്പോൾ അവൾക്കൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കടകൾ കയറിയതാണ്. സ്റ്റുഡിയോയിലാണ് കയറിയത്. സ്റ്റുഡിയോയിൽ കയറിയിട്ട് ചെരുപ്പ് നോക്കണ സമയത്ത്, ചെരുപ്പ് നോക്കാനല്ല, അവളുടെ കണ്ണ് ഡ്രസ്സുകളിലേക്കൊക്കെയാണ് പോകണം. അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ തിരഞ്ഞു നോക്കുകയാണ്. നല്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ്. ഇപ്പോൾ വെറുതെ ഒന്ന് തിരഞ്ഞു നോക്കുമായിരുന്നു. വെറുതെ നോക്കി അവിടെ വയ്ക്കുക. കയ്യിൽ വലിയ ട്രാവൽ ബാഗായിരുന്നു. അപ്പോൾ അത് സ്റ്റുഡിയോയിലേക്ക് കയറുമ്പോൾ കൊണ്ടുപോകണ്ട പറഞ്ഞിട്ട് പുറത്ത് വെച്ചിട്ട് പോയി. അതും ചുവന്നോണ്ട് നടക്കണ്ടല്ലോ കരുതിയിട്ട്. പിന്നെ ചെരുപ്പുകൾ തിരയുകയാണ്. ഇതെടുക്കണേ. അത് വൈറ്റ്, അത് വേണ്ട, പെട്ടെന്ന് ചെളിയാവും. ചെറുതാ. കുറേ സമയമായിട്ട് തിരഞ്ഞ് നടക്കുകയാണ്. ചെരുപ്പ് നോക്കണ ഇടയിൽ ബാഗുകളും ഒക്കെ നോക്കുന്നുണ്ട്. മറ്റു സാധനങ്ങളും അവിടേക്കൊക്കെ അവളുടെ കണ്ണ് പോവുകയാണ്. പിന്നെ നല്ല ഭംഗിയുള്ള ചെരുപ്പുകളാണ് കേട്ടോ. ഏതേത് എടുക്കേണ്ടതെന്ന് തോന്നും. അങ്ങനെയാണ് ചെരുപ്പുകൾ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ചെരുപ്പുകളും. ചെറിയ ചെറിയ ബാഗും ഡ്രസ്സും ഒക്കെ നല്ല ഭംഗിയുള്ളതായിരുന്നു. അവസാനം അവൾ ഈ ഒരു ചെരുപ്പാണ് കേട്ടോ എടുത്തത്. ഇതിന് എത്ര 500 രൂപ എന്തോ ആണ്. ചെരുപ്പൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവളെ പിന്നെ കോഴിക്കോട് ബസ്സിന് കയറ്റി വിട്ടു. ഞാനതിന് ശേഷം എൻ്റെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ ഉച്ചഭക്ഷണം കഴിച്ചത്. അവിടെ മോരുകറിയും കടുകുമാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഉച്ചഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോന്നു. ഇത് രാത്രിയിലെ വീഡിയോ ആണ് കേട്ടോ. രാത്രി പണികളൊക്കെ ഒരുങ്ങിയിരുന്നപ്പോഴാണ് മോനേട്ടൻ നത്തൾ മീൻ കൊടുന്നത്. അപ്പോൾ അതിന് അവിടെ ഒരു സ്റ്റൂൾ ഇട്ടിരുന്ന് നേരേക്ക് കൊണ്ടിരിക്കുകയാണ്. നിന്ന് നേരേക്കുമ്പോൾ മേലേക്കൊക്കെ തെറിച്ചാലോ കരുതിയിട്ട് ഇരുന്നിട്ട് നേരേക്കാണ്. അതിനെ നേരേക്കിയിട്ട് പകുതി വറുത്തു, മസാല തേച്ച് വെച്ച് വറക്കാൻ വേണ്ടിയിട്ട്. പകുതി അത് നാളെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.